ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയുള്ള ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എണീറ്റ വശം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയൊക്കെ ഇട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ചോറിൻ്റെ മുകളിൽ വെള്ളം വെച്ചതാണ് ചായനും കുടിക്കാനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ചായക്ക് അപ്പം മുട്ടക്കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അങ്ങനെ ഉപയോഗിക്കലില്ല. പിന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ, പെരും മഴയാണ്. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ടാവും. വേനൽക്കാലം അതിൻ്റെ ശേഷം അങ്ങനെ രാവിലെ മഴ ചെയ്യണത് ആദ്യമായിട്ടാണ്. രാത്രി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവലുണ്ട്, പക്ഷേ രാവിലെ ആദ്യമായിട്ടാണ്. അപ്പം അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാൻ നല്ല സുഖമുണ്ട്, ചൂടിന് നല്ല ആശ്വാസമുണ്ട് കേട്ടോ. ഇത്തവണത്തെ വേനൽക്കാലം ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കിട്ടിയ കാരണം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വെള്ളത്തിനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവലില്ല. എന്നാലും കിണറ്റിൽ വെള്ളമൊക്കെ നല്ല അടിയിലേക്ക് പോകലുണ്ട്. പ്രാവശ്യം കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് ചോറിന് മുരിങ്ങയിടലയും പരിപ്പും കറിയും, പിന്നെ സോയാബീൻ വറുത്തതും പപ്പടവുമാണ് കേട്ടോ. അപ്പോൾ അതിന് സോയാബീനൊക്കെ ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ വെള്ളപ്പം ഉണ്ടാക്കി എടുക്കുകയാണ്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് സവാള വഴറ്റുകയാണ്. വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മുട്ടക്കറി ഉണ്ടാക്കണം. സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. കുക്കറിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അതൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് 2 വിസിലടിപ്പിക്കുക. സ്ഥിരം ഉണ്ടാക്കണത് തന്നെയാണ് കേട്ടോ അവിടെ. പിന്നെ സോയാബീനൊക്കെ ഡപ്പയിലേക്ക് മാറ്റിയാണ് കൊണ്ടുപോകാനായിട്ടുള്ള വെള്ളവും അതൊക്കെ അങ്ങനെ കൈ ഒഴിയണതിനനുസരിച്ച് ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇപ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കുറച്ച് വെള്ളത്തിലിടുകയാണ്. ഇനിയിപ്പോൾ തലേ ദിവസം മുരിങ്ങയിടലൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. ഇനിയിപ്പോൾ കറിയിലേക്കുള്ള തേങ്ങ ചിരകി എടുക്കുകയാണ്. അപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് അടച്ചിട്ടാണ്ട് മാറ്റി വയ്ക്കുകയാണ്. ചായയൊക്കെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ. പച്ചമുളക് ആണ്, എരിവിന് പച്ചമുളകാണ് ഇടുന്നത് കേട്ടോ. മുളക് പൊടി കുറച്ച് ഇടുള്ളൂ. കുറേ പച്ചമുളക് ഇടും. നാടൻ പച്ചമുളക് ഉണ്ട്, അപ്പോൾ ഒരു 5-6 പച്ചമുളക് ഇടും. എന്നിട്ട് അങ്ങനെ അരച്ചെടുക്കുകയാണേ. പിന്നെ ഇനിയിപ്പോൾ സവാളയും ഇതൊക്കെ വെച്ചിരുന്ന ആ കുക്കറിൻ്റെ അടപ്പ് മാറ്റിയിട്ട് വേറൊരു കുക്കറുണ്ടായിരിക്കും പരിപ്പ് വേവിക്കാൻ വെച്ചതാണ് കേട്ടോ. 2 കുക്കറിനും കൂടിയിട്ട് ഒരടപ്പാണ്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ പരിപ്പ് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് മുട്ടക്കറിക്ക് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വെന്ത സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ അരിക്കിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അരിക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്യാരറ്റും കുക്കുംബറും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ കുക്കുംബർ കഴിഞ്ഞിട്ടുണ്ട്, ക്യാരറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
ചോറിലേക്ക് അങ്ങനെ കൊണ്ടുപോകലുണ്ട് ക്യാരറ്റ്. ചൂടുകാലമാണല്ലോ, അപ്പോൾ ഇതൊക്കെ കഴിക്കണം നല്ലതല്ലേ. പിന്നെ ഇപ്പോൾ പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ അരിക്ക് കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയിടയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പരിപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലാണ് പരിപ്പ് ആദ്യം വേവിച്ചെടുത്തത്. കാരണം കുക്കർ ഇങ്ങനെ വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ തുളുമ്പിയിട്ട് ഗ്യാസുമ്മലൊക്കെ ആകെ തെറിക്കും. അപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. ഇനിയിപ്പോൾ അടുപ്പത്ത് തിളച്ച വെള്ളം ഉണ്ട്, അപ്പോൾ അതിന് കുറച്ച് തിളച്ച വെള്ളമായിരിക്കും ഒഴിച്ചു കൊടുക്കാണ്ട് ആ കറിക്ക് ആവശ്യത്തിനുള്ള. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി. പിന്നെ പച്ചമുളക് കുറേ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ എരിവുണ്ടാവും. അങ്ങനെ ജസ്റ്റ് അവൾക്ക് ഒന്ന് അടച്ച് വെച്ചതാണ് വേവാൻ. മുരിങ്ങയിടയിലൊക്കെ പെട്ടെന്ന് വേവും, ഒരുപാട് ഇങ്ങനെ വേവിക്കാണ്ടിരിക്കുക നല്ലത്, അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കണം. തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ അത് വേറെ പാത്രത്തേക്കാണ്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. കുക്കറൊക്കെ കഴുകി വെച്ചിട്ട് പോകാമല്ലോ, പിന്നെ ഇതിൽ തന്നെ വയ്ക്കുകയാണ്. പിന്നെ കടുക് വറുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ മുരിങ്ങയിടയുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ സ്ലാബ് ഒക്കെ ഒന്ന് വൃത്തിയാക്കണം, പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കട്ടെ. കുക്കിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം, മുട്ടക്കറി, മുരിങ്ങയിടയുടെ കറി, ചോറ്, സോയാബീൻ, പപ്പടം വറുത്തത്. ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടേണ്ട പണി മാത്രമേ ഉള്ളൂ. ഇന്ന് മഴ പെയ്തുകൊണ്ട് പിന്നെ അടുക്കളയിൽ നിൽക്കുമ്പോൾ വലിയൊരു സഞ്ചാരമൊന്നുമില്ല, ചൂടിനൊക്കെ നല്ല കുറവല്ലേ. മറ്റേത് അടുക്കളയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഉണ്ട് രക്ഷപ്പെട്ടാൽ മതി എന്നാണ്, അത്രയും ചൂടുകൊണ്ട്. അടുക്കളയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്, കുക്ക് ചെയ്തൊക്കെ അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ പെയ്തപ്പോൾ ഉമ്മറത്ത് നല്ല ചെളി തെറിച്ചിട്ടൊക്കെ ഉണ്ട്, ചവിട്ടലിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ചെളി തെറിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മറൊക്കെ ഒന്ന് തുടച്ചിടാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.